നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലെ വരെ ഈ മ്യൂറൽ പെയിന്റിങ്ങും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നന്ദിനി നടത്തിയ ഒരാളുടെ കഴിവുകൊണ്ടാണ്. അവരിപ്പോൾ ഇല്ലല്ലോ. എല്ലാവരും കൂടി ഒട്ടിച്ചവരെ വെളിയിൽ കളഞ്ഞില്ലേ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരികളാ ഈ അപ്സരാസ്. അവരുമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്. നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ബൾക്കായിട്ട് കല്യാണ സാരികള് മ്യൂറൽ പെയിന്റ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. മാർക്കറ്റിംഗ് അവര് വിറ്റോളും. അത് പിന്നെ കൊറേ സ്റ്റാഫുകൾ വേണ്ടി വരില്ലേ? അതിനെന്താ, വർക്കില്ലാതെ പിരിഞ്ഞു പോയ നമ്മുടെ സ്റ്റാഫുകളെ തിരിച്ചെടുത്താ പോരെ? പക്ഷേ ഇതിന് കുറച്ച് പണം മുടക്കില്ലേ? ഉണ്ട്. അവരോട് നമ്മൾ അഡ്വാൻസ് ആയി പണം ഒന്നും വാങ്ങിക്കുന്നില്ല. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. തുടക്കത്തിലെ ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വേണം. കോയമ്പത്തൂരോ മുംബൈയിലോ പോയി സാധനങ്ങൾ ഒരുമിച്ചെടുക്കണം. പിന്നെ പെയിന്റും. അതിനിപ്പോ പണം എവിടെ ഇരിക്കുന്നു? ഫണ്ടെല്ലാം ബിസിനസ്സിൽ റോളിംഗ് അല്ലേ? ഹാ, ഇതിനിടയ്ക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ആ മീനാക്ഷി നശിപ്പിച്ചില്ലേ? ഇല്ലെങ്കി അവള് നശിപ്പിച്ചെങ്കിലേ അത് നിന്റെ അപ്പൻ മന്മഥപ്പണിക്കർ ഉണ്ടാക്കണത് കാശൊന്നുമല്ലോ. അവക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ. അതിനവള് കാര്യമല്ലേ പറഞ്ഞത്? അതിന് നീ അവളോട് ചാടിക്കടിക്കാൻ നിൽക്കുന്ന എന്തിനാ? ആ, അത് ശരി. അപ്പോ അമ്മ ഇവളുടെ വശത്തായോ? നന്നായി അമ്മേ, കുടുംബം രക്ഷപ്പെടും. സന്തോഷം. നിങ്ങൾ വഴക്കിലേക്ക് പോകാതെ ഒരു വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ വഴക്ക് വേണ്ട. എന്തായാലും ഇത് ദാരിദ്ര്യമാർഗമൊന്നും അല്ലല്ലോ. കാശുണ്ടാക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കും. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർക്ക് കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട് നമുക്കെടുക്കാം. അതൊക്കെ വലിയ പൊല്ലാപ്പാവും അമ്മേ. ആപത്ത് നമ്മൾ വിളിച്ചു വരുത്തുക. മാത്രമല്ലമ്മേ, ഈ ബിസിനസ് ഡീലിലെ ഒത്തിരി നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ട്. മനസ്സിലായില്ല. അമ്മ ഇത് വെറും കച്ചവടമായിട്ട് മാത്രമല്ല ഈ മംഗല്യ പുടവകള് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളുടെ കല്യാണത്തിന് അമ്മ 10 പൈസ വാങ്ങിക്കാതെ സാരികൾ കൊടുത്തിരിക്കുന്നു. സമൂഹ വിവാഹം എന്നുള്ള പേരില് എത്രയോ പെൺകുട്ടികളുടെ കല്യാണം അമ്മയും നന്ദിനിയുടെയും കൂടി നിന്ന് നടത്തി കൊടുത്തിരിക്കുന്നു. അല്ല, അതിപ്പോ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ചേച്ചി. അപ്സരാസുമായി ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയ അമ്മ ഇതുവരെ കാത്തു സൂക്ഷിച്ച ധാർമ്മികതയൊക്കെ അങ്ങ് പോവും. പിന്നെ ഇത് പക്കാ ബിസിനസ്സായി മാറും. നമ്മൾ കൊടുക്കുന്ന വിലയുടെ 3 ഇരട്ടി വിലയ്ക്ക് അപ്സരാസുകാര് മ്യൂറൽ പെയിന്റ് ചെയ്ത ചെമ്പകമംഗലത്തിന്റെ മാംഗല്യ പുടവകൾ വിൽക്കും. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു സാരി കൊടുക്കാൻ പോലും അപ്സരാസുകാർ നമ്മളെ അനുവദിക്കില്ല. ജഗദീഷ് പറയുന്നില്ല എന്റെ ശരി? അവരുടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പെടലി വെച്ചു കൊടുക്കുന്നത് എന്തിനാണമ്മേ? ഇന്നലെ വരെ ഈ മ്യൂറൽ പെയിന്റിങ്ങും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നന്ദിനി നടത്തിയ ഒരാളുടെ കഴിവുകൊണ്ടാണ്. അവരിപ്പോൾ ഇല്ലല്ലോ. എല്ലാവരും കൂടി ഒട്ടിച്ചവരെ വെളിയിൽ കളഞ്ഞില്ലേ? നിന്റെ മനസ്സിലിരിപ്പ് എനിക്കിപ്പോ മനസ്സിലായി. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരെതിർത്താലും ഈ ബിസിനസ് ഡീലുമായി ഞാൻ മുന്നോട്ട് പോകും. നന്ദിനിയെ മീനാക്ഷി കൊച്ചിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ? അവരെ രണ്ടുപേരും മരിച്ചിട്ടില്ല മുത്തശ്ശ, ജീവനോടെ ഉണ്ട്.
എന്തായി കാണിച്ചത്? എങ്ങനെയുണ്ട്? എനിക്ക് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഏത് കളർ എനിക്ക് നന്നായി ചേരും. എനിക്കൊരു പ്രത്യേക സൗന്ദര്യല്ലേ? എന്ത് മര്യാദ കേടാ നീ കാണിച്ചത്? എന്റെ നൈറ്റ് ഡ്രസ് നീ എടുത്തിടുന്നോ? ഊരടി ഡ്രസ്. ഞാനിത് ഊരി നിനക്ക് തന്നാലേ പിന്നെ ഞാൻ എന്തെടുത്തിടും? നീ നിന്റെ ഡ്രസ് എടുത്തിടുന്നോ? അയ്യോ, അതിന് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. എനിക്ക് അതിനുള്ള നേരവും ഇല്ലായിരുന്നു. ആ, അപ്പൊ ഒരു പെട്ടി തൂക്കി വന്നതോ? അതിലെ നൈറ്റ് വെയർ ഒന്നുമില്ല. മാഡം പ്രൊട്ടക്ഷന് വേണ്ടി പോരണമെന്ന് പറഞ്ഞു. ഞാൻ മുന്നും പിന്നും നോക്കാതെ നിന്റെ പിന്നാലെ പോന്നു. ഇതെനിക്ക് വലിയ ശല്യമായല്ലോ ദൈവമേ. ശല്യായിരുന്നോ? ദേ എടി, മര്യാദക്കേട് പറയല്ലേ. ഞാനേ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നവളാ. എന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിന്റെ ചുമതലയാ. ഇതാണ് പ്രൊട്ടക്ഷൻ? അതെ, ഇങ്ങനെയൊക്കെയാ ശരിയായ പ്രൊട്ടക്ഷൻ. എനിക്കൊരു ന്യൂസെൻസാ വൃത്തികെട്ടവള്. ഷട്ട് അപ്പ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിക്കും. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഒരു പൊളിയിഞ്ചിക്കൽ തറവാട്ടുകാരി. വേണോ വേണോ നിനക്കിപ്പോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഞാൻ അറിയപ്പെടുന്നതേ വെട്ടരിവാൾ കൃപാകരി എന്നാ. തരട്ടെ ഒന്ന്? അയ്യോ വേണ്ട, ഈ ഡ്രസ് നിങ്ങൾ എടുത്തോ, ഞാൻ വേറെ ഒരെണ്ണം ഇട്ടോളാം. ദേ, നിങ്ങളല്ല മാഡം. ഇനി മുതൽ എന്നെ മാഡം ഒന്ന് വിളിക്കാവൂ. വിളിക്കണി മാഡം. അല്ല, ഇന്ന് രാത്രിയിൽ എനിക്ക് കഴിക്കാൻ ഫുഡ് എന്താ? അത് എനിക്ക് ബ്രോട്ടയും 2 പ്ലേറ്റ് ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു ചിക്കൻ കറി. പൊറോട്ടയോ? അതെന്തോന്ന്? ഈ പൊറോട്ട തന്നെയല്ലേ? ഞങ്ങൾ ചില പോലീസുകാരെ അതിനെ ഒരു ക്രിമിനൽ ഫുഡായിട്ടാ കരുതുന്നത്. ദഹിക്കാൻ പാടല്ലേ, അതുകൊണ്ട് അതിനെ ബ്രോട്ട എന്ന് പറയുന്നത്. ആ, വേഗം ഓർഡർ ചെയ്യേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.